സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി വാഷിംഗ്ടണിൽ വിക്ടറി റാലിയെ അഭിസംബോധന ചെയ്ത ഡൊണാൾഡ് ട്രംപ് തന്റെ ചരിത്ര വിജയത്തിന്റെ ഫലമാണ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറെന്ന് പറഞ്ഞു. അമേരിക്കയുടെ പ്രതിസന്ധികളെ നീക്കാൻ അതിവേഗ നടപടികൾ ഉണ്ടാകുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇന്ന് 100 എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ അദ്ദേഹം ഒപ്പുവയ്ക്കുമെന്നാണ് അമേരിക്കയിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. We're going to stop the invasion of our borders. We're going to reclaim our wealth. We're going to unlock the liquid gold that's right under our feet, liquid gold. We're going to bring back law and order to our cities. We're going to restore patriotism to our schools, get radical left, woke ideologies the hell out of our military and out of our government. And we are going to make America great again. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് പി ജെയിംസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ ദേശീയ താല്പര്യം ഉള്ളതുകൊണ്ട് അമേരിക്കയിലേക്ക് തന്നെ കണ്ണും നട്ടിരിക്കുകയാണ്. ബിബി പറയൂ. SKN അമേരിക്കയുടെ ചരിത്രത്തിൽ തോറ്റ ശേഷം വീണ്ടും അധികാരത്തിലെത്തുന്ന പ്രസിഡന്റുമാർ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ. എന്തായാലും അമേരിക്കയിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റായി രണ്ടാം തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നത്. ജനുവരി 20-നാണ് പൊതുവെ അമേരിക്കൻ പ്രസിഡന്റുമാർ ചുമതലയേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റോൾ ഹില്ലിൽ അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹം അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി സ്ഥാനമേൽക്കും. ഒരുപക്ഷെ SKN നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 100 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആദ്യ ദിവസം തന്നെ ഇറക്കാനിരിക്കുകയാണ്. ജോ ബൈഡൻ ചെയ്തു വെച്ചത് മുഴുവൻ തലകീഴായി മറിക്കുന്ന പല എക്സിക്യൂട്ടീവ് ഓർഡേഴ്സുമുണ്ട്. പ്രധാനപ്പെട്ടത് കുടിയേറ്റ നിയമമാണ്. അമേരിക്കയുടെ അതിർത്തികൾ കടന്ന് അനധികൃതമായി ആരും വരാൻ അനുവദിക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ മുദ്രാവാക്യം വീണ്ടും പറയുന്നുണ്ട്, ഐ വിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. ആ മുദ്രാവാക്യവുമായിട്ട് അൺനോൺ സോൾജർ, അറിയപ്പെടാത്ത സൈനികൻ്റെ കുടീരത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനുവേണ്ടിയുള്ള തുടക്കം ആരംഭിച്ചത്. രാത്രി 10:30 സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മുൻ പ്രസിഡന്റുമാർ ഒരുപാട് പേർ പങ്കെടുക്കുന്നുണ്ട്. SKN ബിൽ ക്ലിൻ്റനും ബറാക്ക് ഒബാമയും ജോർജ് ബുഷൊക്കെ അടങ്ങുന്ന ഒരു 4-5 പ്രസിഡന്റുമാർ, ജീവിച്ചിരിക്കുന്ന പ്രസിഡന്റുമാർ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഹില്ലരി ക്ലിൻ്റൻ ഉണ്ടാവും. നിലവിലുള്ള പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു മധുരമായ പ്രതികാരമാണ്. ഒരുപക്ഷെ തന്നെ അവിടുന്ന് പുറത്താക്കുകയും അതുപോലെ പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ പേരിൽ തന്നെ പ്രതിക്കൂട്ടിലടക്കുകയും ചെയ്ത ഒരു വിഭാഗത്തിനെതിരെ അതിശക്തമായി തിരിച്ചു വന്നുകൊണ്ട് അതേ ക്യാപിറ്റോൾ ഹില്ലിൽ പ്രസിഡന്റായി അദ്ദേഹം അധികാരമേൽക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ചൈനയോടും പാകിസ്ഥാനോടൊക്കെ കുറച്ചൊരു അകലം പാലിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അനുകൂലമായിരിക്കുമെന്നൊരു വാദമുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ വിദേശീയരായിട്ടുള്ള ആൾക്കാർക്കെതിരെയുള്ള നടപടികൾ പലരെയും ലക്ഷക്കണക്കിന് ആൾക്കാരെ അവിടെ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അനധികൃത കുടിയേറ്റ നിയമത്തിൻ്റെ പേരിൽ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 10,000-കണക്കിന് ഇന്ത്യക്കാർക്ക് തിരിച്ചു പോരേണ്ടി വരും എന്ന അവസ്ഥയുണ്ട്. ഇന്ത്യക്കാരുടെ കാര്യത്തിൽ മാത്രമല്ല, SKN ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ അദ്ദേഹം ചാർജ് എടുക്കുന്നതിന് 2-3 ദിവസം മുമ്പാണ് വെടിനിർത്തൽ കരാർ വന്നത്. അത് തൻ്റെ നേട്ടമാണെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. ഞാൻ അധികാരമേൽക്കുന്നതിന് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഹമാസിൻ്റെ പൊടി പോലും കാണില്ല എന്ന ഭീഷണി മുഴക്കിയിരുന്നു. ഒരുപക്ഷെ ഹമാസിനോടും മറ്റവിടുത്തെ സംഘടനകളോടും നടത്തിയ വലിയ ഭീഷണിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള ബന്ധവുമാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലും 3 വർഷമായിട്ട്, ഏതാണ്ട് 3 വർഷത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട് ആ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചും ഒരുപക്ഷെ ഉടനെ തീരുമാനമുണ്ടാവും. അദ്ദേഹം ആയുധം കൊടുക്കില്ല എന്നാണ് പറയുന്നത് യുക്രൈന്. അങ്ങനെ വന്നാൽ യുക്രൈന് പുതിയ തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. റഷ്യയുടെ മുമ്പിൽ കീഴടങ്ങിയില്ലെങ്കിലും
അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുത്ത് ഒരു സന്ധി ചെയ്യേണ്ടി വരും. അപ്പം ലോക തലത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ലോകം മുഴുവൻ വീക്ഷിക്കുകയാണ്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് കോടി ജനങ്ങൾ കാണും. അതുപോലെ തന്നെ പനാമ കനാല്, ഗ്രീൻലാൻഡ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളൊക്കെ അവകാശപ്പെടുകയാണ് ട്രംപ്. താങ്ക് യു, ബിബി ജെയിംസ്.